ഭാഗത്തു നിന്ന് തന്നെ വരുന്നു അടുത്ത ബ്രേക്കിംഗ്. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടറിന് അമ്മുവിന്റെ മരണകാരണം തലയ്ക്കും ഇടുപ്പിനും ഇടത് തുടയ്ക്കും ഏറ്റ പരിക്കെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ശരീരത്തിൽ 20ഓളം പരിക്കുകൾ ഉണ്ടായിരുന്നു. വീഴ്ചയിൽ അമ്മുവിന്റെ കാൽമുട്ടുകൾക്കും കൈത്തണ്ടയ്ക്കും പരിക്കും വിരലുകൾക്ക് പൊട്ടലുമുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം അമ്മു മരിച്ച ദിവസം ഭക്ഷണം കഴിച്ചിരുന്നില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. രക്തത്തിന്റെയും ആന്തരിക അവയവങ്ങളുടെയും സാമ്പിൾ ശേഖരിച്ച് രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് അരുൺ സോളമൻ. അമ്മു സജീവിന്റെ മരണത്തിൽ ആ മരണം സംഭവിച്ചത് എങ്ങനെ, മരണത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ ഏതൊക്കെ എന്ന് കൃത്യമായി വിലയിരുത്താൻ കഴിയുന്ന ഒരു ഭാഗം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണുന്നുണ്ടല്ലോ അരുൺ. അന്നത്തെ ദിവസം കോളേജിൽ ഉണ്ടായിരുന്ന അമ്മു സജീവ് ഹോസ്റ്റലിൽ എത്തിയതിനു ശേഷമാണ് അപകടത്തിൽ പെടുന്നത്, താഴേക്ക് വീഴുന്നത്. ഈ പരിക്കുകളുടെ സ്വഭാവം, അതോടൊപ്പം ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്ന കാര്യം മുൻനിർത്തി എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുജയ, അസാധാരണമായിട്ട് മറ്റൊന്നുമില്ല എങ്കിലും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രധാനമായിട്ടുമുള്ള ഈ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു ദുരൂഹതയിലേക്ക് വീണ്ടും കാര്യങ്ങൾ കടന്നു പോവുകയാണ്. ഇതിൽ പ്രധാനമായിട്ടും 20ഓളം പരിക്കുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അമ്മുവിന്റെ ശരീരത്തിൽ തലയിലെയും അതുപോലെ തന്നെ ഇടുപ്പിലും ഈ ഇടത് തുടയിലും ഏറ്റ പരിക്കാണ് ഇപ്പോൾ മരണ കാരണമായിട്ട് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. അതിലുപരി 20ഓളം പരിക്കുകൾ ശരീരത്തിൽ ഏറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ 2 കാൽമുട്ടിലും 2 കൈകളിലും പരിക്കുണ്ട്. അത് എങ്ങനെയാണ് എന്നുള്ളത് ചോദിച്ചാൽ അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ സർജനായിട്ടുള്ള ധന്യയും അതുപോലെ തന്നെ ഷാനിമി 2 ഡോക്ടർമാരാണ്, 2 പോലീസ് സർജന്മാരാണ് ഇത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാനമായിട്ടും മുകളിൽ നിന്ന് ഒരാൾ വീഴുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും താഴോട്ട് വരുമ്പോൾ കൈകുത്തി വീഴാനായിട്ടുള്ള ശ്രമം നടത്തും. അങ്ങനെയാണെങ്കിൽ അതിനും സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും ദുരൂഹത എന്ന് പറഞ്ഞാൽ ആ ദിവസം എന്തുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം അമ്മുവിന്റെ അച്ഛൻ നമ്മോട് സംസാരിച്ചപ്പോഴും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ദിവസം നടന്നിട്ടുള്ള കൗൺസിലിംഗ് തന്നെയാണ്. ആ കൗൺസിലിംഗുമായി ബന്ധപ്പെട്ട് അധ്യാപകൻ സജി ഈ ദിവസം കോളേജ് പ്രിൻസിപ്പലിനെയോ അല്ലെങ്കിൽ മറ്റ് അധികാരികളെയോ ഇത്തരത്തിലൊരു കാര്യം ഈ കൗൺസിലിംഗ് നടക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു അനുമതി തേടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആ ദിവസം അമ്മു സ്കൂൾ ബസ്സിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ ഡ്രൈവർ പറയുന്നത് ആ കുട്ടി ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കരഞ്ഞുകൊണ്ടാണ് ഹോസ്റ്റലിലേക്ക് ഇറങ്ങി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഉച്ചയ്ക്കും 2 ടൈമുകളിലായിട്ടാണ് ഈ കൗൺസിലിംഗ് നടന്നത്. ആദ്യത്തെ കൗൺസിലിംഗ് ക്ലാസ് മുറിക്കുള്ളിലും പിന്നെയുള്ളത് അധ്യാപകന്റെ ചേംബറിനുള്ളിലും വെച്ചായിരുന്നു. ഈ 2 കൗൺസിലിംഗ് നടക്കുമ്പോഴും അമ്മു വളരെ മാനസികമായിട്ട് വളരെയധികം വിഷമത്തിലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ആ ദിവസം അതുകൊണ്ടാവണം ഭക്ഷണം കഴിക്കാത്തത്. പെട്ടെന്ന് തലേ ദിവസം വരെ വളരെ സന്തോഷത്തോടെ വീട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരുന്ന അമ്മു 15-ാം തീയതി ആ ദിവസം 15-ാം തീയതി കൗൺസിലിംഗ് നടന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് മാനസികമായിട്ട് ഏറെ വിഷമത്തിലേക്ക് കടന്നുപോയിട്ടുണ്ട്. ആ ദിവസം ഭക്ഷണം കഴിക്കാത്തതിന് കാരണവും ഈ അധ്യാപകൻ സജിയും ഈ ആരോപണ വിധേയരായ കുട്ടികളുമായിരിക്കണം എന്നുള്ള കാര്യങ്ങളിലേക്ക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാറുന്നു. മറ്റ് അസാധാരണമായിട്ടുള്ള ഒന്നുമില്ല എങ്കിൽ പോലും പക്ഷേ ഭക്ഷണം കഴിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ അമ്മുവിന്റെ അച്ഛൻ ഉയർത്തുന്നുണ്ട്. അത് തന്നെയാണ് ആ കാര്യങ്ങളിലേക്ക് കടന്നു പോകുമ്പോഴും കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഈ സൈക്കാട്രി അധ്യാപകനെ ചോദ്യം ചെയ്യണമെന്നുള്ളൊരു ആവശ്യം വീട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഘട്ടത്തിലൊന്നും കാര്യങ്ങൾ കടന്നുപോയിട്ടില്ല. പ്രധാനമായിട്ടും അധ്യാപകൻ സജിയെ ചോദ്യം ചെയ്യണമെന്നുള്ളത് പത്തനംതിട്ട ഡിവൈഎസ്പിക്ക് അച്ഛൻ നേരിട്ട് പരാതി നൽകി. പക്ഷെ അപ്പോഴും അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിനപ്പുറം പ്രതി ചേർത്ത് അന്വേഷിക്കണം എന്നുള്ള ഒരു കാര്യത്തിലേക്ക് കടന്നുപോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സൈക്കാട്രി അധ്യാപകൻ എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു കുട്ടിയെ കുറ്റവിചാരണ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ കടന്നുപോയി? അമ്മുവിനെ കള്ളിയാക്കി ചിത്രീകരിക്കാനായിരുന്നു ഈ സജി ശ്രമിച്ചത്. ലോഗ് ബുക്ക് കാണാനില്ല എന്ന് പറഞ്ഞ് 50 കുട്ടികളുള്ളപ്പോൾ എന്തുകൊണ്ട് അമ്മുവിനെ മാത്രം ഇത്തരത്തിൽ കള്ളിയാക്കി ചിത്രീകരിച്ചു? ആരോപണ വിധേയരായിട്ടുള്ള 3 കുട്ടികൾ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അമ്മുവിനെ കള്ളിയാക്കി ചിത്രീകരിച്ചത് എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്റ്റൽ സഹിതം ഈ കുട്ടികൾ അതിക്രമിച്ചു കയറുകയും അമ്മുവിന്റെ റൂം അരിച്ചു പെറുക്കി പരിശോധിക്കുകയും ചെയ്തു. അതിലും അനുമതി തേടാതെ, ഹോസ്റ്റൽ വാർഡിന്റെ അനുമതി പോലും തേടാതെയാണ് ഈ കുട്ടികൾ ആ റൂമിലേക്ക് കയറിയത്. ഇത്തരത്തിൽ ഈ മരിക്കുന്നതിന് തൊട്ട് മുന്നേയുള്ള ദിവസങ്ങളിലൊക്കെയും അമ്മുവിനെ ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലായിരുന്നു ഈ ആരോപണ വിധേയരായിട്ടുള്ള 4 പേർ. ഈ 4 പേരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് കോളേജ് പ്രിൻസിപ്പളായിരുന്ന എൻ അബ്ദുൽ സലാം അതുപോലെ തന്നെ സിപാസിന്റെ ഡയറക്ടർ പി ഹരികൃഷ്ണനും എടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ നിലവിൽ ആകെ ഈ സിപാസ് ഡയറക്ടർ എടുത്തിട്ടുള്ള ഒരു നടപടി എന്ന് പറയുന്നത് എൻ അബ്ദുൽ സലാമിന് ചീതത്തോടിലേക്ക് സ്ഥലം മാറ്റിയത് മാത്രമാണ്. ഇതിൽ പ്രധാനമായിട്ടും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനെ നേരിൽ കണ്ട് പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് സജിയെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തി അദ്ദേഹത്തെ പ്രതി ചേർത്ത് അന്വേഷിക്കണം എന്നുള്ളത് തന്നെയാണ് കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷെ അദ്ദേഹത്തിന് ഇതുവരെയും അത്തരത്തിലൊരു
നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പ്രധാനമായും ഈ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ കൂടിയാണ് ഇപ്പോൾ ഈ സൈക്കാട്രി അധ്യാപകൻ സജി. നിലവിൽ ഇപ്പോൾ പുതിയൊരു പ്രിൻസിപ്പൽ അവിടെ വന്നിട്ടുണ്ട്, തുഷാര എന്ന് പറയുന്ന അധ്യാപിക. അത് കഴിഞ്ഞാൽ ഇൻചാർജായി ഇരിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് സജി. അത്തരത്തിൽ കോളേജിൽ വലിയ സ്വാധീനമുള്ള ഒരു അധ്യാപകൻ കൂടിയാണെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരു അധ്യാപകൻ ഒരു പ്രിൻസിപ്പലിന്റെയോ അല്ലെങ്കിൽ ചീഫ് ഓഫ് ഡയറക്ടറിന്റെ അനുമതി തേടാതെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ദിവസം കൗൺസിൽ നടത്തിയെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇത്തരത്തിൽ ഈ ചോദ്യം ഉയർന്നു നിൽക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അസാധാരണമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ലെങ്കിൽ പോലും ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് ആ ദിവസം അമ്മു നേരിട്ട മാനസിക വിഷമത്തെ ചൂണ്ടിക്കാണിക്കുന്നത് തന്നെയാണ്. ആ ദിവസമാണ് കൗൺസിൽ നടന്നത്. ഇതൊക്കെയും ഈ കൗൺസിൽ നടന്ന കാര്യങ്ങളൊക്കെയും അബ്ദുൽ സലാമും അതുപോലെ തന്നെ ക്ലാസ് ട്യൂട്ടർ എല്ലാവരും ഈ കുടുംബത്തോടൊക്കെയും അമ്മ മരിച്ചതിന് ശേഷം ഒക്കെയും ഇത് മറച്ചു വെച്ചിരുന്നു. ഇത് പിന്നാലെ പത്തനംതിട്ട ഡിവൈഎസ്പി ഒരു അന്വേഷണത്തിലാണ് ഈ കൗൺസിൽ നടന്നത് ഒക്കെയും പുറത്തറിയുന്നത്. തീർച്ചയായും അരുൺ സോളമൻ, നമുക്ക് ഇക്കാര്യത്തിൽ അമ്മുവിന്റെ അച്ഛൻ സജീവിന് പറയാനുള്ളത് എന്താണ് എന്നതുകൂടി കേൾക്കാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷം മകൾ അന്നത്തെ ദിവസം ഭക്ഷണം കഴിച്ചിരുന്നില്ല, അവളന്ന് പട്ടിണിയിരിക്കാൻ ഭക്ഷണം കഴിക്കേണ്ട എന്ന് തീരുമാനിക്കാൻ ഇടയാക്കിയ കാരണം എന്തായിരിക്കും എന്നതിൽ ആശങ്കപ്പെടുന്നുണ്ടാകാം ആ പിതാവ്. അമ്മു സജീവിന്റെ അച്ഛന്റെ പ്രതികരണത്തിലേക്ക്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞേക്കുന്നത് ഈ തലയുടെ പരുക്കും കാലിൻ്റെയും പെൽവിക്കിൻ്റെയും പരുക്ക് കാരണമാണ് മരിച്ചതെന്ന് പറഞ്ഞാൽ മറ്റ് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അതിനകത്ത്. ഒരു 50 ml ഫ്ലൂയിഡ് മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് മ്യൂക്കസും മാത്രമേ ഉള്ളൂ വയറ്റിലെന്നാണ് എഴുതിയേക്കുന്നത്. അന്നേരം ഇയാൾ ഈ കൗൺസിൽ ചെയ്ത സമയത്ത് അവൾ രാവിലെയും കൗൺസിൽ ചെയ്തു, ഉച്ചയ്ക്കും കൗൺസിൽ ചെയ്തപ്പോഴത്തേക്ക് അവൾ ആഹാരമൊന്നും കഴിച്ച് കാണത്തില്ല. കഴിച്ച കുഞ്ഞ് ആകെ ടെൻഷനായിട്ടായിരിക്കും വന്നതേ. അന്നേരം ഇപ്പോൾ ഇയാൾക്കെതിരെ നമ്മളവിടെ ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇയാളെ പ്രതിയാക്കണമെന്നും പറഞ്ഞ് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇയാളും കൂടെ കാരണമാണ് ഈ മരണത്തിന് ഉത്തരവാദിത്വം.